കേന്ദ്ര സർക്കാർ ഇതുവരെ ₹1 പോലും ചെലവഴിക്കാത്ത പദ്ധതിയാണ്. സംസ്ഥാന സർക്കാർ 5600 കോടി ആണ് ഒന്നാം ഘട്ടത്തിൽ ചെലവഴിക്കേണ്ടത്. അതിൽ നല്ലൊരു തുക ചെലവഴിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ₹1 പോലും ചെലവഴിച്ചിട്ടില്ല. ഈ കാപെക്സ് ഫണ്ടും അതുപോലെ തന്നെ VGF രണ്ടും വായ്പയായി നൽകിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് യാതൊരു സഹായവുമില്ലെന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ആകെ ഇതുവരെയുള്ള ചരിത്രത്തിൽ 71 വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ഉള്ള പദ്ധതികളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 70ലും ₹1 പോലും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തിട്ട് തിരികെ വാങ്ങിയിട്ടില്ല. 71ാമത്തെ പദ്ധതി, അതായത് ഇന്ത്യ ചരിത്രത്തിൽ VGF കൊടുത്തിട്ട് പലിശ സഹിതം തിരിച്ചു വാങ്ങിയിട്ടുള്ള ചരിത്രത്തിലെ ഒരേ ഒരു പദ്ധതി വിഴിഞ്ഞം പദ്ധതിയാണ് എന്നിരിക്കെ ₹1 പോലും ചെലവഴിക്കാത്ത കേന്ദ്ര സർക്കാർ ഇതിൽ ഞങ്ങളുടേതാണെന്ന് അഭിമാനം കൊള്ളുന്നതിൽ വല്ല കാര്യമുണ്ടോ? പുറത്തേക്ക് വരുമ്പോൾ അതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുമുണ്ട്. സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉൾക്കൊള്ളിക്കപ്പെടുക സ്വാഭാവികമാണ്. പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം BJP സംസ്ഥാന അധ്യക്ഷന്റെ പേര് ഇതിൽ വരുന്നത് കൗതുകകരമല്ലേ? മറ്റു പാർട്ടികളുടെ ഒന്നും, കോൺഗ്രസിന്റെയോ CPM-ന്റെയോ CPI-യുടെയോ മുസ്ലിം ലീഗിന്റെയോ ഒന്നും ഒരധ്യക്ഷന്മാരും ഇതിലില്ല എന്ന് മാത്രമല്ല ജനപ്രതിനിധികൾ അല്ലാത്തവരും ഇല്ല. അപ്പോ മുമ്പ് കൊച്ചു കള്ള ഞങ്ങളുടെ ബാങ്കിൽ ആ ചക്കരക്കുട്ടിയെ എങ്ങനെ താൻ വളച്ചെടുത്തു? അതെ, ഞങ്ങളുടെ പഞ്ചാരക്കുട്ടിനെ നിങ്ങളുടെ കുട്ടിയെ വളർത്തെടുത്ത്. അങ്ങനെയൊന്നും അല്ലെന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നിയിട്ട്. ഈ കൊച്ചി മെട്രോ ഇതേമാതിരി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് മലയാളം സോഷ്യൽ മീഡിയ ഭാഷയിൽ കുമ്മനടിക്കുക എന്ന പേരിൽ ഒരു പദപ്രയോഗം പോലും ഉണ്ടായത്. അതുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷന്മാർ ഈ സുപ്രധാനമായ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഈ തരത്തിലുള്ള